ഹായ് ഡിയേഴ്സ്, ചീസി ഇഡ്ലി മാഗി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സബോള, പച്ചമുളക്, തക്കാളി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയോ കുറച്ചോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവേ. നന്നായിട്ട് വഴഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 1.5 സ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും 2 കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ച് ചേർക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണേ. പിന്നെ മാഗി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാഗി എല്ലാം അതിലേക്ക് ചേർത്ത് മാഗി മസാല കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ശേഷം അതിന് മുകളിലേക്കായിട്ട് 2 സ്ലൈസ് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഉപ്പിട്ടില്ലേന്ന് ഓർക്കരുതേ, മാഗിയിൽ ഓൾറെഡി ഒരു ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവേ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി, മാഗിയൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായി കിട്ടി. അടുത്ത പണി ഒരു ഇഡലി തട്ടിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മുകളിലേക്കായിട്ട് ഇഡലിയൊക്കെ വെക്കുന്ന പോലെ നമ്മുടെ മാഗി അങ്ങ് വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് ക്രഷ് ചെയ്ത കുറച്ച് ചീസും കൂടി ഇട്ടിട്ട് 5 മിനിറ്റ് ഒരു ആവി കയറ്റി എടുക്കണേ. അപ്പോൾ ചീസ് ഇഡ്ലി മാഗി ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റും സ്മെല്ലുമാണ്. ട്രൈ ചെയ്ത് നോക്കി സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.